ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ബിന്ദി മസാല എന്ന് പറയും. ഈ ബിന്ദി മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം നമ്മൾ മലയാളികൾ ഉണ്ടാക്കുമ്പോൾ ഞാനാണെങ്കിൽ ഇച്ചിരി ഒരു മലയാളി തനിമയൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കാര്യം വലിയ വ്യത്യാസമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്നാന്ന് പറഞ്ഞാൽ ഈ ജീരകമാണ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും ഈ കടുകിന് പകരം ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? ഞാൻ ഇച്ചിരി കടുക് അങ്ങ് ഇടാൻ പോവുക. അതുപോട്ടെ, ജീരകം വേണ്ടിയവർക്ക് ജീരകം ഇടാം, നോർത്ത് ഇന്ത്യൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് അതാണെന്നുണ്ടെങ്കിൽ ജീരകം അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇടാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ കടുക. ഇതിനിപ്പോൾ വേണ്ടിയ സാധനങ്ങൾ, അതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണിയുടെ സാലഡ് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തെന്ന് ഞാൻ തോന്നുന്നത്. അതേ കൂട്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടല്ലോ, ഒരു സാലഡ് അല്ല, പക്ഷെ എന്നാലും ചപ്പാത്തിയും ഈ ബിന്ദി ഫ്രൈ മസാലയും എന്നാ പറയുന്നത്, അതിന് പ്രത്യേകം പറയുന്നത് കേർഡ് ഫ്രൈ എന്നാണ്. കേർഡ് ഫ്രൈ എന്നൊക്കെ കേട്ട് പേടിക്കേണ്ട. അത് ശരിക്കും തന്നെ പറയുന്നത് തൈര് വറുത്തെടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ തൈര് നമുക്ക് വറുക്കാൻ ഒക്കെയല്ല. നമ്മൾ മിക്ക വീട്ടമ്മമാർക്ക് നമുക്കറിയാം തൈരൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ അതങ്ങ് വിരിഞ്ഞു പോവുകയല്ലേ. അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. അതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിങ്ങനെ എന്നാ പറയുന്നത്, ഒരു വെറൈറ്റി സാധനമൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇനി ഈ ബിന്ദി മസാലയുടെ റെസിപ്പി, അതായത് അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ബിന്ദി എന്ന് പറയുന്നത് എന്നാന്നോ, ശരിക്കും നമ്മുടെ ഈ വെണ്ടയ്ക്കായ ഈ പറയുന്നത്, ഈ വെണ്ടയ്ക്ക എങ്ങനെയാണ് അരിയണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് കഴുകി വെച്ച് അതിൻ്റെ മൂടും പാലും ഒക്കെ ഒന്ന് ചെത്തിയേച്ചുണ്ടല്ലോ, അത് അങ്ങോട്ട് അരിയേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാനിപ്പോൾ അരിഞ്ഞേക്കുന്നത് വേണ്ടേ ഈ എന്നാ പറയുന്നത്, ഇച്ചിരി ഒരു സ്ലാൻഡിങ് ചെരിച്ചു വച്ചേച്ച് അങ്ങോട്ട് അരിഞ്ഞേച്ചാൽ മതി. അന്നേരം ഇതേപോലെ അങ്ങ് വരും. അതല്ല നമ്മുടെ കൈവാക്ക് ഏതാന്ന് വെച്ചാൽ അതേപോലെ അരിഞ്ഞാൽ മതി. പക്ഷെ അരിയുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് നല്ലതായിട്ട് കഴുകി തുടച്ച് വേണം അരിയാൻ. അതിനകത്ത് ഒട്ടും നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒട്ടും വേണ്ട. ഇതിപ്പോൾ ഒരു 250 grams ഓഫ് എന്നാ പറയുന്നത് ലേഡി ഫിംഗർ ഉണ്ട്. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ 2 ഓപ്ഷൻസാണ് വെച്ചേക്കുന്നത്. ഒന്ന് ജീരകവും ഉണ്ട്, ഒന്ന് കടുകും ഉണ്ട്. ഇന്നിപ്പം ഞാൻ പറഞ്ഞേ നമ്മുടെ മലയാളി ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കടുക് ഇട്ടേച്ചായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. ജീരകം വേണ്ടിയവർക്ക് ജീരകം ഇടാം. അതിൻ്റെ അളവ് എന്നാന്ന് വെച്ചാൽ, നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ അളവേ ഉള്ളൂ. ഒരു സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ കടുക് ഇട്ടേച്ച് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന സാലഡ് എന്ന് പറയാൻ ഒക്കുകയല്ല, കേർഡ് ഫ്രൈ, അതിന് പക്ഷേ നമുക്ക് കടുക് ഇടാൻ ഒക്കുകയല്ല, ജീരകം തന്നെ വേണം. പിന്നെ വേണ്ടിയത് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ചെയ്തേക്കുന്ന ഇഞ്ചി ഒരു 2 സ്പൂണ്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്. ഇതിനകത്ത് കുരുമുളകോ അങ്ങനെ ഒന്നുമില്ല, ഉള്ളത് നമ്മുടെ മുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ പച്ചമുളക് അതനുസരിച്ച് ഒരു ഈ ചെറിയ സ്പൂൺ ആണെങ്കിലും എരിവ് അനുസരിച്ച്. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളക് അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു 3 സ്പൂൺ, നിറച്ചൊരു 3 സ്പൂൺ പച്ചമുളക്. പിന്നെ സവാള എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നീളത്തിൽ അരിഞ്ഞേച്ച്, ഇത് നമ്മുടെ വെണ്ടയ്ക്കായ ചേർക്കാനുള്ളതാ. ഇത് നീളത്തിൽ അരിഞ്ഞേച്ച് ഒരു 3 വലിയ സവാള നീളത്തിൽ അരിയുക. പിന്നെ വേണ്ട മഞ്ഞപ്പൊടി, മുളക് പൊടി. മഞ്ഞപ്പൊടി അറിയാമല്ലോ, നമുക്ക് അതിനെ ഈ പറഞ്ഞ കൂട്ട അളവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു 1/4 to 1/2 സ്പൂൺ ഓഫ് മഞ്ഞപ്പൊടി മതി. പിന്നെ വേണ്ടിയ മുളക് പൊടി ഈ പറഞ്ഞ കൂട്ടി ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊരു 1 സ്പൂൺ മുളക് പൊടി മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി അങ്ങോട്ട് മസാലയൊന്നും വേണ്ട, എന്നാൽ ആ എരിവ് വേണം താനും. ഇതിപ്പം ഒരു 2 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇടുവാണെങ്കിൽ റേഷ്യോ 2:1, അതായത് 2 സ്പൂൺ മുളക് പൊടിക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, ആ കണക്കാണ്. 1 സ്പൂൺ ഇടുന്നെങ്കിൽ 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പം ഇതിന് നമ്മൾ 2 സ്പൂൺ എടുക്കുന്നതുകൊണ്ട് ഇതൊരു 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എന്നാണെന്നറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാലഡ് എന്നല്ല, കേർഡ് ഫ്രൈ എന്ന് പറയും. അതിന് സവാള, ഒരു വലിയ സവാള തന്നെ അരിഞ്ഞേക്കണം. അതെന്നാന്ന് വെച്ചാൽ നീളത്തിലല്ല അരിയണ്ടേ, അത് കുഞ്ഞായിട്ട് ഒരു വലിയ സവാള, വലുതാണെങ്കിൽ 1, അല്ല ചെറുതാ മീഡിയം സൈസ് ആണെങ്കിൽ 2 കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയത് നമുക്ക് ടൊമാറ്റോ ഒരു വലുത് 2 വേണ്ടി എടുത്തു. എന്നുവെച്ചാൽ ഇതേപോലെ ഒട്ടും കനം വേണ്ട, കുഞ്ഞു സ്ലൈസസ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഈ തൈര്, നമ്മൾ ആ സാലഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ സാലഡിന് ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്, ഹങ്കേർഡ്, അതായത് കുറച്ച് കട്ടിയുള്ള, അതിൻ്റെ വെള്ളമെല്ലാം പോയേച്ച് കട്ടി തൈര് വേണ്ടിയേ, അതൊരു ഫുൾ കപ്പ് നിറച്ച്. ഇനിയിപ്പോൾ എന്നാന്നറിയാം, നമ്മൾ ആദ്യം ഈ വെണ്ടയ്ക്ക ബിന്ദി മസാല വെക്കുന്നതിന് മുമ്പ്
നമുക്ക് ആദ്യം ആ സാലഡിനുണ്ടത് ഉണ്ടാക്കണം. കാര്യം നേരത്തെ പറഞ്ഞ പോലെ തൈര് നമുക്ക് നേരത്തെ ചൂടാക്കാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് സാലഡ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ, ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കത്തില്ല, എന്നാ പറയുന്നത്, വെജിറ്റബിൾ ഓയിൽ എന്നതേലും ഉപയോഗിക്കാനാണ് നല്ല. ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ് എന്നല്ല, നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് കടുക് ഇടാൻ ഒക്കുകയല്ല. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഇച്ചിരി ജീരകം, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ വെണ്ടയ്ക്കായ്ക്ക് എന്നൊക്കെ ഗുണങ്ങളുണ്ടോയെന്നറിയാവോ. ഇതിന് ശരിക്കും വൈറ്റമിൻ സി, പൊട്ടാസ്യം ഇതെല്ലാം ചേർന്ന ഒരു വെജിറ്റബിൾ തന്നെയാണ് ഇത്. ശരിക്കും ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ വെണ്ടയ്ക്ക സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ളത് തന്നെയല്ല, ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത്, സൗത്ത് ആഫ്രിക്ക, ഇത്യോപ്യൻ റീജിയനിലൊക്കെ ഉള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനമേ. ഇതിനൊരു ഗുണമുണ്ട്, എന്നാന്നറിയാവോ, മിക്ക ആൾക്കാർക്കും ഇപ്പം എൻ്റെ അപ്പായ്ക്കും ഒക്കെ ഈ പറഞ്ഞ കൂട്ട് ഡയബറ്റിക് ഒക്കെ ഉള്ള കൂട്ടത്തില്ല. അപ്പം എന്നാ പറയുന്നറിയോ, അപ്പായൊക്കെ പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് കീറിയേച്ചും വെള്ളത്തിലിട്ട് വെച്ച് തലേന്നൊക്കെ ഇട്ട് വെച്ചേച്ച് പിറ്റേ ദിവസം ആ വെള്ളം അങ്ങ് കുടിക്കുവാന്നേൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത് ഡയബറ്റിക് ഒക്കെ ഒത്തിരി കൺട്രോൾഡാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട്. ഉലുവ വെള്ളമൊക്കെ കുടിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വെണ്ടയ്ക്കയുടെ മഹത്വം ഇച്ചിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ജീരകം പൊട്ടിത്തുടങ്ങി. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന, അല്ല ഇതിനു മുന്നേ ഒരു എന്നാ പറയുന്നത് ഇഞ്ചി ഇടണം കുറച്ച്, എരിവ് അനുസരിച്ച് പച്ചമുളകും, 2 സ്പൂൺ പച്ചമുളക്. അതെന്നാന്ന് തോന്നുന്നു, നമുക്ക് ആ സാലഡിൻ്റെ എരിവ് നോക്കി വെച്ച് വേണം പച്ചമുളക് ഇടാൻ. ഇതൊന്ന് വഴറ്റണം, ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ആ ഒരു എന്നാ പറയുന്നത് ആ പച്ചച്ചോവ് ഒന്ന് മാറിയേച്ചാൽ മതി. ഇത് നമ്മൾ ഇച്ചിരിയല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഇതിന് വലിയ നേരം ഒന്നും എടുക്കുകയല്ല. ആ സമയം നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, ഈ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അതങ്ങോട്ട് ഇട്ടേക്കുക. ഇതൊന്ന് നമുക്ക് ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റണം. അന്നേരം എന്നാ ചെയ്യണമെന്നറിയാവോ, തീ ഇച്ചിരി അങ്ങോട്ട് സിമ്മേൽ വെച്ച് നമുക്ക് അടുത്ത പാൻ കത്തിക്കാം. ഇതെന്നത്തിനാണെന്നറിയോ, നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ബിന്ദി മസാല ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, നമ്മൾ അരിയുമ്പത്തേനുമൊക്കെ ഈ പറഞ്ഞ കൂട്ട് അതിനകത്ത് ഒട്ടും വെള്ളം വേണ്ട. ഇനി എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഇടാം. ഇതിച്ചിരി നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നമ്മൾ അരിയുമ്പത്തേന് അതിച്ചിരി ഈ പറഞ്ഞ കൂട്ട് ഇത്രയും നീളത്തിലൊന്നും വന്നില്ലേലും എന്നാ പറയുന്നത്, ചരിച്ചു വെച്ച് അരിയുമ്പോൾ കിട്ടുന്ന വീതിയും നീളവും മതി. ഇച്ചിരി അതും ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇത് ഒരു 1/2 സ്പൂൺ, മല്ലിപ്പൊടിയും ഒരു 1/2 അല്ല, ഇതൊരു ഫുൾ സ്പൂൺ. നമ്മൾ ഈ ഇട്ടേക്കുന്ന എന്നാ പറയുന്ന പൊടി ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ ആ പച്ചച്ചോവ ഒന്ന് മാറുന്നത് തന്നെയാണ് അതിൻ്റെ ആ കണക്കെ. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തോട്ട് എന്നാന്നറിയാം, നമുക്കിപ്പോൾ തൈര് ഒഴിക്കാൻ ഒക്കുകയല്ല, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ഇതിനകത്തുള്ള ഫ്ലെയിം ഇച്ചിരി അങ്ങോട്ട് കുറവാണ്. അന്നേരം ഞാൻ ഈ ബിഗ് ഫ്ലെയിമിലോട്ട് വെക്കുക. നമ്മൾ ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞേക്കുന്നത്, അന്നേരം പിന്നെ അതിനെ ഒരു എന്നാ പറയുന്നത് കൂടെ നിന്ന് തന്നെ വറക്കണ്ടേ, അല്ലെങ്കിൽ അതങ്ങ് മൂത്തു പോവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക കൊണ്ട് പല ഡിഷസും ഉണ്ടാക്കാറുണ്ട്. സദ്യയിലൊക്കെ വെണ്ടയ്ക്ക കിച്ചടിയൊക്കെ എന്നാ ടേസ്റ്റാണ് അല്ലേ. അതേ കൂട്ട് നമ്മൾ അത്രയും ഡീപ് ഫ്രൈ ഒന്നും ആക്കണ്ട. ഇത് അതിനെക്കാട്ടിലും ഇച്ചിരി മുന്നേ ആയിട്ട് വറുത്തെടുത്തേച്ചാൽ മതി. ഇച്ചിരി മൂത്തിട്ടേ ഉള്ളൂ. ദേ ഞാനിപ്പോൾ ഈ ഒരു നമ്മൾ ഇട്ട പോർഷൻ അങ്ങ് എടുക്കുക. ഇത്ര
അത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി വെണ്ടയ്ക്കായും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മുഴുവൻ അങ്ങ് വറുത്ത് കോരിയേക്കുക. ഇപ്പം എന്നാന്നറിയോ, ഇത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ശരിക്കും ജീരകവാ ഇതിനകത്തോട്ട് ഈ ബാക്കി വന്ന എണ്ണയിലോട്ട് ഇടേണ്ട. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ബാക്കി എണ്ണ അങ്ങ് മാറ്റി വെച്ച് അത് വഴറ്റാനുള്ള എണ്ണ മാത്രം ഒഴിച്ച് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് ജീരകം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാം, നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ. അതല്ല കടുക് ഇടണമെന്നുണ്ടെങ്കിൽ കടുകിടാം. ഇവിടെ ഇപ്പം ഞാൻ എന്നാന്നറിയാം, നമ്മളൊക്കെ മലയാളികളല്ലേ, അതുകൊണ്ട് കടുകിടാം. പക്ഷേ ജീരകം ഇട്ടാൽ നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവർ വരികയും ചെയ്യും. ഇവിടെ ഇപ്പം ഞാൻ എന്നാന്നോ കടുക് ഇടുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞില്ലേ നമ്മുടെ കേർഡ് ഫ്രൈ, അതിനകത്ത് ഞാൻ ഇച്ചിരി ജീരകം ഇട്ടേക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ക്വയറ്റ് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇതിനകത്തൊരു കടുക്, 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഈ കടുക് അങ്ങോട്ട് പൊട്ടുമ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇഞ്ചി. ഈ കടുക് എപ്പോഴും എണ്ണയിൽ ഇടുമ്പോഴത്തേനുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ നിൽക്കുന്ന എൻ്റെ അമ്മച്ചിയാണ് ഓർക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിലൊക്കെ എപ്പോഴും ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ക്ഷമയുടെ ഒരു കുറവായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടുക് ഇട്ടേച്ചുണ്ടല്ലോ, അങ്ങോട്ട് എന്നാ ഇൻഗ്രീഡിയൻറ്റ് ഇടേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ഇടും. കടുക് പൊട്ടിക്കാനുള്ളൊരു ക്ഷമയില്ല. അപ്പോൾ അമ്മച്ചി നിന്നുകൊണ്ട് വഴക്ക് പറയാം, ആ കടുക് ഒന്ന് പൊട്ടട്ടെ എന്ന് പറയും. അന്നേരം ഞാൻ പറയാം, എൻ്റെ അമ്മച്ചി ഒരു കാര്യം ഞാൻ പറയാം, കാശ് കൊടുത്ത് മേടിച്ചൊന്നും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പം ഞാൻ എന്തായാലും കടുക് പൊട്ടിച്ചു. ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂൺ ഇഞ്ചി, ഒന്നല്ല ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി എന്ന് പറയുന്നില്ല, ഒരു എന്നാ പറയുന്നത് 2 സ്പൂൺ ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച്. നമ്മുടെ എണ്ണ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് എന്നാണെന്നറിയാവോ, ഈ പറഞ്ഞ കൂട്ടോ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അങ്ങ് മൂക്കും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം. പച്ചമുളകും 3 സ്പൂൺ. ഇതൊന്ന് നല്ലതായിട്ട് വഴറ്റണം. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സവാള, ഇതിപ്പോൾ 3 സവാളയാ. ഇന്ന് ശരിക്കും നമ്മുടെ എന്നാ പറയുന്നത് എപ്പിസോഡിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ശരിക്കും ഞാൻ പറയാം, എന്നാ പറയുന്നത് അദ്ദേഹം മറ്റാരും അല്ല, ശരിക്കും കാനായി കുഞ്ഞിരാമൻ സാർ തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ എന്നാന്നറിയോ ഞാൻ പറയുന്നത്, ശരിക്കും അദ്ദേഹം എന്നാ പറയുന്നത് അമ്മ എന്ന് പറയുന്ന 2 അക്ഷരമേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ അമ്മ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു എനിക്കിപ്പോൾ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് എന്നെ നല്ല പ്രായത്തിൽ അമ്മ എന്നെ മരിച്ചു പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരമ്മയ്ക്ക് എത്രയോ വില കൊടുക്കാമോ, അമ്മയിൽ കൂടി മാത്രം എന്താ പറയുക, എനിക്ക് അതിനകത്ത് വാക്കുകളില്ല പറയാൻ. ഒരു സ്ത്രീയോട് എത്ര ബഹുമാനവും ഏതൊരു സ്ത്രീയെയും അമ്മയായി കാണുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇത്രയും വിശേഷം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളി വഴന്നു കേട്ടോ. ഇതിനൊരു ടിപ്പുണ്ട്, ഈ ഉള്ളി വഴറ്റാൻ പെട്ടെന്നൊരു എളുപ്പവിദ്യ. അതിനകത്ത് എന്നറിയോ, നമ്മൾ ഈ കടുകൊക്കെ ഇട്ടേച്ചും ഉള്ളി അങ്ങോട്ട് ഇട്ടില്ലേ, അന്നേരം എന്നാ ചെയ്യണമെന്നറിയോ, ഒരു ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടേച്ച് കൊടുത്താൽ പിന്നെ ഇച്ചിരി പറയുവാന്ന് പറയാം. അതിനകത്ത് ഇച്ചിരി പറയാൻ ഒക്കത്തുള്ളൂ. ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടേച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാലഡില്ലേ, ആ സാലഡിനുള്ള സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പൊടികൾ. മഞ്ഞൾപ്പൊടി പറഞ്ഞ കൂട്ട് 1/2 സ്പൂൺ. പിന്നെ എന്നാന്ന് വെച്ചാൽ മുളക് പൊടി എന്നാന്നറിയാമോ, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിപ്പോൾ 1 സ്പൂണാണ് മുളക് പൊടി ഇട്ടേക്കുന്നത്. ഇപ്പം റേഷ്യോ 1/2 ആണ്. ഇതിനൊരു 1/2 മല്ലിപ്പൊടി. ഇതിനകത്ത് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ തന്നെ നമ്മൾ അധികം എന്നാ പറയുന്നത് വെള്ളം ഉപയോഗിക്കുകയില്ല. ഇതിനും പക്ഷെ നമ്മൾ വെള്ളം ഉപയോഗിക്കുകയില്ല. പക്ഷെ നമ്മൾ വെണ്ടയ്ക്ക മൂപ്പിച്ചേച്ചാ ഇതിനകത്തോട്ട് ഇടുന്നത്. ഇതിപ്പോൾ ഈ പൊടിയെല്ലാം ഇട്ടേച്ച് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ടിടും. ഇതിനകത്തും വെള്ളം ഒഴിക്കുകയില്ല. പക്ഷെ അതിന് പകരമാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ തക്കാളി ഇടുന്നത്. ആ തക്കാളി ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുകയില്ല. ആദ്യം നമ്മൾ ഉള്ളിയിൽ അങ്ങോട്ട് ഉപ്പിടുവാന്നേൽ പിന്നെ നോക്കി വെച്ചേ ഇടാവുള്ളൂ. ഇതിപ്പോൾ ഒരു 1/2 സ്പൂൺ ഇടുന്നുള്ളൂ.
ഇനിയാണ് നമ്മൾ തക്കാളി ഇടാൻ പോകുന്നത്. ഈ ഉപ്പ് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പിടിക്കണം. ഈ പൊടിയൊക്കെ നല്ലോണം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ വെണ്ടയ്ക്ക ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തുള്ള ഇതൊരു 2 വലിയ തക്കാളിയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ വെച്ചേച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ തക്കാളി എല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചേക്കുക. അന്നേരം ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കുകയല്ല, അതിന് പകരം ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഊറി വന്നേച്ച് അതിൽ കിടന്ന് വേണം ഈ വെണ്ടയ്ക്ക ഒന്ന് പെരണ്ട് വരാനായിട്ട്. അപ്പം മസാലയൊക്കെ അങ്ങോട്ടങ്ങ് പിടിക്കും. ഇനിയിപ്പോൾ ഇത് വേവാൻ അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. അതെന്നാന്ന് വെച്ചാൽ തക്കാളിയിൽ നിന്ന് ആ വെള്ളം ഒന്ന് ഊറി ശരിക്കും പറഞ്ഞാൽ തക്കാളിയുടെ ഒരു എന്നാ പറയുന്ന ആ സ്കിന്നൊക്കെ കാണത്തുള്ളൂ, അത്രയും അങ്ങ് പെരണ്ട് വരും ഈ മസാലയായിട്ട് ചേർന്ന്. അതുവരെ എന്നാ പറയുന്നത് ആ വെണ്ടയ്ക്ക ഒന്ന് വെന്ത് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ലതായിട്ട് ഇരിപ്പുണ്ട്. വേണ്ടേ നമ്മുടെ ആ തക്കാളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് അതിലങ്ങ് പിടിച്ച് പെരണ്ട് മസാലയൊക്കെ നല്ല ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത കറിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ ആദ്യം ഒരു എന്നാ പറയുന്നത് സാലഡ് അല്ല എന്നാ പറയുക നമ്മുടെ തൈര് വെച്ച് നമ്മളൊരു കേർഡ് ഫ്രൈ എന്ന് പറയും, അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുക. അതിനി മിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ഒരു ബൗളിലോട്ട് ആക്കണം. ഇത് എന്നൊക്കെയാണ് വറുത്തതെന്ന് ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതാ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. സവാള കുറച്ചായിട്ട് ഒരു മുഴുത്ത സവാള നല്ലോണം കൊച്ചായിട്ട് അരിഞ്ഞു വയ്ക്കണം. ഇഞ്ചി വേണം, 1 സ്പൂൺ ഇഞ്ചി, അതേപോലെ ഒരു 3 സ്പൂൺ പച്ചമുളകും. പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ആദ്യം ഇതിനാന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ജീരകമിട്ട് കടുക് വറുക്കണമെന്ന്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാൻ ചൂടാക്കി വെച്ച് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. എന്നാ പറയുന്നത് പാൻ എടുത്തേച്ച് എണ്ണ ഇച്ചിരി ഒഴിച്ചേച്ചാൽ മതി. അന്നേരം അങ്ങോട്ട് ജീരകം ഇടുക. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കായാലും ഞാൻ കടുക് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഇതിന് നമുക്ക് ഇച്ചിരി നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടി ജീരകം ഇട്ടു. ജീരകം ഇട്ടേച്ച് ഇഞ്ചി പച്ചമുളകും കൂടെ നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നമ്മൾ അതിനകത്തോട്ടിട്ട് നല്ല ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റണം. വഴറ്റിയേച്ച് നല്ല ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് അങ്ങോട്ട് ഇട്ടേച്ച് ഇച്ചിരി ഒന്ന് മൂക്കണം. മനസ്സിലായില്ലേ? ആ പച്ച മണം ഒന്ന് മാറിയേച്ച് നമ്മൾ ഇപ്പം തൈര് ചേർക്കരുത്, ആ ചൂടോടെ തൈര് ചേർക്കരുത്. തൈര് ചേർത്താൽ വെള്ളം പോലെ ആയിപ്പോവും. അതങ്ങോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചേച്ച് ഇനി അത്രയും നമ്മളിത് ചെയ്തിട്ടുള്ളൂ. നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറ്റുക. കട്ടിത്തൈര്, അതായത് ഇപ്പോൾ കട്ടിത്തൈര് നമുക്ക് കിട്ടാൻ എന്നാ വഴിയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ തൈരൊക്കെ മിക്കപ്പോഴും വെള്ളമായിരിക്കും. അതെന്നാന്ന് വെച്ചാൽ നമ്മളൊരു തുണിയിലോട്ട് അങ്ങോട്ട് കെട്ടിയിട്ടേച്ചാൽ മതി. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നല്ല കട്ടി തൈര് കിട്ടും. അതിൽ നിന്ന് കുറച്ച് തൈര് എടുത്തേച്ച് നമുക്കങ്ങ് ചേർക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം വഴറ്റി വെച്ച് നമ്മൾ ആറാൻ വെച്ച കൂട്ടാ. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തൈര് എന്നാന്ന് വെച്ചാൽ നമ്മൾ മൂപ്പിച്ച് വെച്ചതിൻ്റെ ഏനം അനുസരിച്ച് അങ്ങോട്ട് ചേർത്താൽ മതി. അതിന് ഇതിപ്പോൾ ഞാൻ ഫുൾ കപ്പ് 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഒരു ഫുൾ 4 സ്പൂൺസ് ഓഫ് തൈരാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി. അതിനകത്തോട്ട് കുറച്ച് മല്ലിയില. ഇനി നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യണം. ഈ പറഞ്ഞ കൂട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന കൂട്ട് തന്നെയാണ്. നമ്മൾ ഏതൊരു സ്ത്രീയും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒതുക്കാൻ നോക്കുകയല്ല ഒരു ഗസ്റ്റ് വരുന്നതിന് മുമ്പ്. അതിന് വേണ്ടി അതേപോലെ തന്നെ എനിക്ക് ഒരിച്ചിരി സമയം വേണം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ബിന്ദി മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് സെർവ് ചെയ്യണേ. സെർവ് ചെയ്യുമ്പോഴത്തേനും എന്നാ പറയുന്നത്, കുറച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്യണം. മല്ലിയിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇതിപ്പോൾ ഇവിടെ എൻ്റെ മാസ്റ്റർ പീസ് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗസ്റ്റ് വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. നമസ്തേ സർ. നമസ്തേ. നമസ്തേ അമ്മ. വരണം. അടുക്കളയാണെന്ന് കയറിയപ്പോൾ മനസ്സിലായി. എന്താ അടുക്കള ശരിയായിട്ട്?
അടുക്കളയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഇതാണോ സാർ? അതെ, നമ്മൾ അടുക്കളയിൽ വരുമ്പോൾ എന്തോ ഒരു സുഖമുണ്ട്. അതെ അതെ, വയറ്. അതെ അത് ശരിയാ. നല്ല മണമൊക്കെ വരുമ്പോഴാ നമുക്ക് മനസ്സിനൊരു തൃപ്തിയും വിശപ്പ് ഉണ്ടാവുന്നതും. അതെ ശരിയാ. അതേ സമയത്ത് നമ്മൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റു മൃഗങ്ങൾക്കൊന്നും ആവശ്യമില്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് മൂക്കുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് മണം ഉള്ളതുകൊണ്ട് വിശപ്പ് രണ്ടും കൂടി ചേരുമ്പോഴേ അതിന്റെ ഒരു സുഖം ഉണ്ടാവും. സത്യമായി. ഏതായാലും കൊള്ളാം, നല്ല അടുക്കള. താങ്ക് യു സാർ. വരണം, ഇരുന്ന് നോക്കുവാ. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞങ്ങൾ ഇപ്പം ഒരു പുതിയ എന്നാ പറയാ ഒരു സംരംഭമായിട്ട് തുടങ്ങിയതാണ് ഇവിടെ, ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്നാ സ്പെഷ്യാലിറ്റി എന്ന് അറിയാം സർ? ശരിക്കും നമ്മൾ അടുക്കളയിൽ ഇരുന്ന കൂടുതൽ മനസ്സ് തുറന്ന് വർത്താനം പറയുന്നതും വീട്ടിലൊക്കെ അല്ലേ. അപ്പം അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്കും ഇവിടെ. നമ്മുടെ അടുക്കള തന്നെയാ തീൻ മുറിയും ഡൈനിങ് മുറിയും എല്ലാം. അപ്പൊ അവിടെ തന്നെ സെർവിങ്ങും എല്ലാം ചെയ്യുന്ന സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമൊക്കെ തന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൂട്ട്, അതായത് ഇതൊരു ഷോ ആയിട്ടോ അങ്ങനെയായിട്ടോ ഒന്നും എടുക്കുന്നില്ല, ശരിക്കും ഒരു വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെ ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ സാറിന്റെ വിശേഷങ്ങളും അമ്മയുടെ വിശേഷങ്ങളും ഒക്കെ അറിയാലോ എന്ന് വിചാരിച്ചു. സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? എന്താ വെച്ചാ സാറ് കുഞ്ഞുനാളിലൊക്കെ ഈ വരയ്ക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നാണ്. പക്ഷെ വീട്ടിൽ നിന്ന് അധികം പ്രോത്സാഹനം അതിനുണ്ടായില്ല അല്ലേ? അങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ സാറ് എവിടെ പോയി അങ്ങനെ പഠിച്ചതും? ഇല്ല, സാധാരണ എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് വരക്കും, കരി കൊണ്ട് ചില ചുമരിൽ വരക്കും. കണ്ട എല്ലാ സ്ഥലത്തും വെറുതെ കാണുന്ന സ്ഥലം മുഴുവൻ അഴുക്കാകും. ശരിയാ. ക്രയോൺസ് ഒക്കെ ഒന്നുമില്ല, എവിടെ കണ്ടാലും അവൻ ചീത്തയാകും. നമ്മൾ പറഞ്ഞ് ചീത്തയാകും, പക്ഷെ അവനെ സംബന്ധിച്ചാൽ ഭയങ്കര ഒരു കലയല്ല, ഒരു ആഹ്ലാദമാണ്. എന്തെങ്കിലും വരച്ചിടുമ്പോൾ അമ്മ പറയും ഇടേ വൃത്തിയാക്കലാണ്. അപ്പൊ കുട്ടി പറഞ്ഞു ഏയ് വൃത്തിയല്ല, അവന് ഭയങ്കര ആനന്ദമാണ്. ഈ ആനന്ദം ഒരു അമ്മക്ക് കൊടുക്കാൻ പറ്റില്ല, അമ്മക്ക് അച്ഛന് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു കരി കൊണ്ട് കിട്ടുന്ന ഒരു ആനന്ദം അതാണ് കല. ഇത് കുട്ടിയാണ് കലയുടെ ആള്. നമ്മളല്ല കലാകാരന്മാര്, ചെറിയ കൊച്ചു കുട്ടികളാണ് കലാകാരന്മാർ. നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പം സാറിന്റെ അച്ഛൻ അല്ല, ഇതേപോലെ അച്ഛൻ ചുമര് വരച്ചു കഴിഞ്ഞാൽ ആരുടെ അവനാ അടിയാണ്, എന്നിട്ട് മായ്ച്ചു കളയാൻ പറയും. അത് സാധാരണക്കാണ്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവരെപ്പോൾ നോക്കുന്നത്. അപ്പൊ സാർ എന്താ ചെയ്ത? അച്ഛൻ വഴക്ക് പറഞ്ഞപ്പം വേദനിച്ചില്ലേ? വേദനിച്ചു, ഒരുപാട് ഉണ്ട്. എന്നാലും ഞാൻ വര വിട്ടിട്ടില്ല. എനിക്ക് വരയിന്ന് കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നൊന്നും കിട്ടിയില്ലെന്ന്. ശരിയാ, നേരത്തെ സാർ പറഞ്ഞൊരു കുഞ്ഞു കുട്ടി ഒരു വര വരച്ചാലും ആ ഉണ്ടാവുന്ന ഒരു ആഹ്ലാദം അതൊരിക്കലും നിങ്ങൾക്ക് ആരും കൊടുക്കാൻ പറ്റില്ല. സത്യം. ഈ ആഹ്ലാദം തന്നെയാണ് 90 വയസ്സായ പിക്കാസോനും കിട്ടിയത് വരക്കുമ്പോൾ. അപ്പോൾ പിക്കാസോ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലെ വലിയ ഭയങ്കര വലിയ ഒരു ബുദ്ധി രാക്ഷസനാണ് കലാലോകത്ത് തന്നെ. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, എനിക്കൊരു കൊച്ചു കുട്ടിയെ പോലെ വരക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടിയാണ് നമ്മുടെ ഗുരു. തീർച്ചയായിട്ടും. അത് പറഞ്ഞപ്പോൾ സാറിൻ്റെ ഗുരു ആരായിരുന്നു? ഞാനവിടെ എനിക്ക് ഗുരു ആയിരുന്നു. ഞാനിങ്ങനെ സാധാരണ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ധാരാളം വരക്കും. അവരൊക്കെ പോർട്രേറ്റ്സൊക്കെ വരച്ച് അതൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ ഒരു കൃഷ്ണൻകുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഡ്രോയിങ് ടീച്ചർ. അദ്ദേഹം എൻ്റെ ഇത് കഴിവ് കണ്ടിട്ട് വളരെ മാക്സിമം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു നീ ഒരിക്കലും മറ്റൊന്നിനും പോകണ്ട, നീ കലാകാരനായിട്ട് പോയാൽ മതി. തൃപ്തി. അപ്പോഴാണ് ശരിയായിട്ട് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. അദ്ദേഹം തന്നെയാണ് നമ്മൾ അച്ഛനെ അടക്കം ഉപദേശിക്കാൻ പോയത്. ഇല്ലില്ല, മനസ്സിലാക്കില്ല. ഒരു ദിവസം പോയപ്പോൾ മാഷെന്തിനാ ഇവിടെ വന്നേച്ചു, നിങ്ങളെ മോന് നല്ല മാഷെ പോയി എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടതാണ്. അപമാനിച്ചു വിട്ട ആളാണ് എൻ്റെ അച്ഛൻ. ഇല്ലില്ല, അത്രയും വെറുപ്പായിരുന്നു. വെറുപ്പ് പറഞ്ഞതൊക്കെ അച്ഛൻ തന്നെ പറയുന്നത് എന്താ പറയുക, കലാകാരന്മാരെയും കള്ളുടിയന്മാരെയും വീട്ടിൽ കയറ്റരുത്. അന്നത്തെ കാലത്തെ കലാകാരന്മാർ അങ്ങനെയാണ്, താടിയും മുടിയൊക്കെ ഇട്ട് ചെറിയ ഒരു ആ രീതിയിൽ റൊമാൻറ്റിക് കലാകാരന്മാരായിട്ടാണ് എല്ലാ രംഗത്തുള്ളത്. അപ്പോൾ അച്ഛൻ്റെ വലിയ തത്വം തന്നെ അത് ഇതിനകത്ത് വേണ്ട എൻ്റെ. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന് നാട്ടുകാരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച്. പിന്നെ ഞാൻ അവസാനം എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട്, പിന്നെ അച്ഛൻ വളരെ ലുബ്ധനാണ്, 10 കാശ് വെറുതെ ചിലവാക്കില്ല. അപ്പം രാവിലെ ഞാൻ അവിടുന്ന് ഹൈസ്കൂളിൽ പോകുന്നത് 10 കിലോമീറ്റർ ദൂരെയാണ്, നടന്നിട്ടാണ് പോവുക. അന്ന് ബസ്, ഞങ്ങളുടെ നാട്ടിൽ ബസ്സില്ല, കാറില്ല, ഒന്നുമില്ല. ആകെ ചെറുവത്തൂർ എന്ന് പറയും, അതായത് മഹാകവി കുട്ടമത്തിൻ്റെ നാട്. അപ്പോൾ അവിടുന്ന് ചെറുവത്തൂരിൽ നിന്ന് നടന്നിട്ട് നീലേശ്വരത്തെ പോകണം, 5-10 കിലോമീറ്റർ ഉണ്ട്.
ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ റെയിൽ ലൈനിൽ കൂടിയിട്ടാണ് നടന്നു പോവുക. രാവിലെ കിട്ടിയ 2 ദോശയും തിന്നിട്ടാണ് പോവുക. ഉച്ചക്ക് ഭക്ഷണമില്ല. പിന്നെ വൈകിട്ട് വന്നാൽ 4 മണിക്ക് 4:30 വന്നാലുള്ള ഭക്ഷണം. ഉച്ചയ്ക്ക് എന്താ ചെയ്യാ? ഒന്നുമില്ല, ഭക്ഷണമില്ല. അത് നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ജീവിതം ആ കാലത്തെ. ഉച്ചക്കൊന്നുമില്ല, പച്ചവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചില കൂട്ടുകാരെന്തെങ്കിലും കൊണ്ടുതരും ഭക്ഷണം. അപ്പോൾ അതൊരു ഷെയർ ചെയ്യും. അങ്ങനെയെല്ലാം. പിന്നെ ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാരൊക്കെ പോർട്രേറ്റൊക്കെ വരച്ച് കൊടുക്കും, സ്റ്റംപ് വർക്ക് പെൻസിൽ കൊണ്ട്. അപ്പോൾ അത് ചിലവർക്ക് എന്തെങ്കിലും ചായ കുടിക്കേണ്ട കാശൊക്കെ തരും. അപ്പം അങ്ങനെയാണ് ഞാൻ വളർന്നത്. അത് ചെയ്തു കൊടുക്കുമ്പോൾ സാറിന് അപ്പോൾ പൈസ തരുമായിരുന്നു? ആ തരുന്നു, പ്രോത്സാഹനമായിട്ട്. വീട്ടിലറിയില്ല. പിന്നെ ഞാൻ തന്നെ അവിടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കൃഷ്ണൻ നായർ ഒരു കട നടത്തുന്നതുണ്ട്. അപ്പം ഭയങ്കര കലയുടെ വലിയ ആസ്വാദകനാണ് ഞാൻ. ആൾക്കാർ വരച്ചു കൊടുക്കും. പിന്നെ അവിടുന്ന് തന്നെ അടക്കം ഞാൻ എന്ത് കടം വാങ്ങി തിന്നും. പിന്നെ അവസാനം കുറേ കൂടി വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ നിങ്ങളെ മകൻ കുറച്ച് ഭക്ഷണം കഴിച്ചാണ്, 10 പൈസ കൊണ്ട്. അച്ഛൻ കൊടുത്തില്ല? ഇല്ല, അച്ഛൻ്റെ അനുജൻ പിന്നെ അവസാനം എന്തോ കൊടുത്തു. അത്രയും വല്ലാത്തൊരു ഒരു സ്വഭാവക്കാരനാണ്. അപ്പം സാറിന്റെ അച്ഛൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ചിറ്റപ്പൻ ചിറ്റപ്പൻ, അതെ അതെ, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അത് കുറച്ച് പ്രോത്സാഹിച്ചിട്ടുണ്ട്. ഇഷ്ടമായി വരെയൊക്കെ. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് വഴക്ക് പറയും, നീയാണ് അവനെ ചീത്തയാക്കുന്ന പറയും. അങ്ങനെ ഒരു വല്ലാത്ത സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ അച്ഛന് 2-3 ഭാര്യമാരുണ്ടായിരുന്നു. ആ പഴയ കാലത്ത് നമ്മളെ നാട്ടിൻ പുറത്തുള്ള സാധാരണ ഈ വീഡിയോ മരമൊക്കെ ആകുമ്പോൾ അങ്ങനെയുണ്ട്. എൻ്റെ അമ്മ ആദ്യത്തെ ആയിരുന്നു. അമ്മ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അമ്മക്ക് പിന്നെ ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. നാട്ടിൻ പുറത്തെ പഴയ കാലത്തെ അമ്മയാണ്. അതെ, നമ്മൾ ഇതേപോലത്തെ അടുക്കള അമ്മയെ ഓർമ്മ വരുന്നത് ഇപ്പാണ്. തിന്നാൻ പോകുമ്പോൾ അമ്മയോടെ എല്ലാം നമുക്ക്. ശരിക്കും ഈ അമ്മ എന്ന 2 അക്ഷരങ്ങൾ പറയുമ്പോൾ തന്നെ ശരിക്കും എനിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സ്നേഹവും, അതിന്റെ വാക്കുകൾ തന്നെ എനിക്ക് പറയാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ സാറ് ചെയ്തിരിക്കുന്ന ശില്പങ്ങളില് ശരിക്കും അമ്മേനെ സങ്കല്പം ഊന്നുകൊണ്ട്. അമ്മ തന്നെ. ഞാൻ എത്രയോ കാലം മുമ്പ് മദ്രാസ് പഠിക്കുമ്പോൾ തന്നെ 40-45 വർഷം മുമ്പ്, 40 ഒരു 50 വർഷം കൊടുത്താലേ, അന്ന് ഞാൻ ആദ്യം ചെയ്ത ശില്പത്തിന്റെ പേര് തന്നെ അമ്മ എന്നാണ്. സാർ അമ്മയോട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ്, ഒരുപാട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ എതിർത്ത് നിന്നപ്പോഴൊക്കെ സാർ അമ്മയാണ്. അല്ല, അമ്മ രണ്ടാമത്തെ ഭാര്യ വന്ന അമ്മ പിണങ്ങിപ്പോയി. പിന്നെ ഞാൻ അമ്മയുടെ വീട്ടിൽ അമ്മയെ കാണാൻ പോകണം. അപ്പൊ അച്ഛൻ വിട്ടിരുന്നില്ല സാറിനെ അമ്മയുടെ? ഇല്ല, അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഒരു ദിവസം കണ്ടില്ല. എവിടെ പോയി? അമ്മ പുതിയ അടിക്കും. എന്തിനാണ് നീ പോയിരിക്കും? എവിടെ ഇല്ല. അപ്പം സാറ് മാത്രമാണോ ഒരു മകനാ അമ്മയില്? അല്ല, 3 പേരുണ്ട്. എനിക്കൊരു സഹോദരിയുണ്ട്, സഹോദരനുണ്ട്. അവരൊക്കെ അമ്മയുടെ കൂടെയാണോ അച്ഛൻ്റെ കൂടെ? അല്ല, സഹോദരി എൻ്റെ കൂടെയാണ്. ഒരു മകൻ മാത്രം മറ്റേ അമ്മയുടെ കൂടെ. അപ്പൊ അമ്മയ്ക്ക് വിഷമം ഉണ്ടായി കാണുമല്ലേ മകൻ ഇങ്ങനെ? ഒരുപാട് വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഒരു അമ്മയല്ലേ എത്രയായാലും. അതെ, അതുകൊണ്ട് അമ്മയുടെ ആ ഹൃദയം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഒരുപാട് പറയാനുണ്ട് അമ്മയെ പറ്റി. പിന്നെ അതുമല്ല, ഞാൻ നാട് വിട്ടിങ്ങനെ പോകുമ്പോൾ തന്നെ അമ്മ പറഞ്ഞാൽ നീ എഴുതാ പോകുന്ന മോനെ ചോദിച്ചു. ഞാൻ നാട് വിട്ട് എനിക്ക് വരക്കാൻ കലാകാരൻ പറഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ നിർബന്ധമായിട്ട് പോയേ പറ്റൂ തോന്നും. അങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, നീ എവിടെ പോയാലും ഒരു കാര്യം നോക്കണമേ, നിൻ്റെ ആരോഗ്യം, പേരും ചീത്തയാക്കരുത്. ഈ 2 പാഠാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. ഏറ്റവും ഒരു അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ 2 വാക്കുകളാണ് അത്. ഞാൻ ഇന്നും ആരോഗ്യം നോക്കി നടക്കുന്നു. വലിയ ചീത്ത പേരൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല അമ്മ. അമ്മ ദുഃഖിക്കരുത്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഈ അമ്മ മാത്രമല്ല, ഞാൻ കുറച്ച് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഈ പ്രപഞ്ചം മൊത്തം അമ്മയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ മക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഈ കാണുന്ന സൃഷ്ടികൾ മുഴുവൻ അമ്മയുടെ മക്കളാണ്. ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് പൂജിക്കുന്നുണ്ടല്ലോ പലവരെയും, കൃഷ്ണൻ, രാമൻ, ശിവൻ എന്നൊക്കെ. ഇവരൊന്നും ശരിയായിട്ടുള്ള ദൈവങ്ങളല്ല, അമ്മയുടെ മക്കളാണ്. അപ്പോൾ ആ മക്കളാണ്. അപ്പോൾ ഈ ദൈവങ്ങളെ അമ്മ ആരാണ്? അതുകൊണ്ടാണോ സാർ ശരിക്കും ഈ എന്നാ പറയുന്നത്, ഈ പ്രകൃതിയെ തന്നെ സാർ ഒരു ക്യാൻവാസ് ആയിട്ട്? ക്യാൻവാസ് അതന്നെ. അപ്പോൾ ഈ പറഞ്ഞ വലിയ വലിയ ദിവ്യന്മാരായിട്ടുള്ള ദൈവങ്ങളെ മുഴുവൻ ഒരമ്മയുണ്ട്. തീർച്ചയായിട്ടും അതേത് മതമായാലും ഏത് ജാതിയായാലും ഏത് നോക്കിയാലും ഒരമ്മയുണ്ട്. ഈ ഒരമ്മയാണ് ഞാൻ അന്വേഷിക്കുന്നത്. പ്രകൃതിയിൽ കൂടി കണ്ടെത്താം. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ മനസ്സിനും അത് നമുക്ക് ദർശിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മൾ അതിരുകളിൽ ജീവിച്ചവരാണ്. ഇപ്പം തന്നെ ഈ മുറി ഉണ്ടായത്, അതിരുകളും മുറി ഉണ്ടായത്, അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ വേറെ മുറി, വേറെ അങ്ങോട്ട്. അപ്പോൾ എവിടെ പോയാലും അതിരുകളാണ്. അപ്പോൾ നമുക്ക് അനന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല.
എന്താണ് അനന്തത എന്ന് വെച്ചാൽ യാതൊരു രക്ഷയില്ല. പലരും പറയുമെങ്കിലും നമുക്ക് ദർശിക്കാൻ പറ്റില്ല. ആ അനന്തതയിൽ ഇരിക്കുന്ന ശക്തിയുണ്ട്. അനന്ത മാതാവ് എന്ന് ഞാൻ പറഞ്ഞു. ആ മാതാവ് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പോ ഒരു ശില്പം ചെയ്യുമ്പോൾ തന്നെ സാർ ഇങ്ങനെ മിക്കവരും കേട്ടിട്ടുള്ള അറിവാണ്, അറിയില്ല. സാർ ഇങ്ങനെ വ്രതമൊക്കെ എടുത്തിട്ടാണോ ഒരു ശില്പം തുടങ്ങുക, അങ്ങനെ എന്തെങ്കിലും? എൻ്റെ വ്രതം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം വ്രതത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങളിപ്പോൾ എന്നോടൊരു വർക്ക് ചെയ്യാൻ പറയുന്നത് ചോദിച്ചോളൂ, ഞാൻ വലിയ വർക്ക് ഏറ്റെടുക്കാറുള്ളൂ. അപ്പോൾ ആ സ്ഥലം പോയി ഞാൻ ആദ്യം കാണും. ആ സ്ഥലത്തിൻ്റെ ചുറ്റുപാട് മനസ്സിലാകും, അവൻ്റെ പ്രകൃതി മനസ്സിലാകും, അവിടെ ജീവിക്കുന്ന ജനങ്ങളെ സ്വഭാവം മനസ്സിലാകും, പ്രകൃതി എല്ലാം കൂടി മനസ്സിലാക്കണത് 4-5 ദിവസമൊന്നും പോരാ. ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ ഞാൻ പോയി വെറുതെ ഇരുന്നങ്ങടെ. അപ്പം ഞാൻ അതിൽ തന്നെ ലയിച്ചിട്ട് ഇരിക്കുമ്പോൾ എനിക്കറിയാതെ ഒരു അനുഭൂതി ഉണ്ടാവുന്നു, ഈ സ്ഥലത്ത് പറ്റിയ ശില്പം ഇതാണെന്ന്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മലമ്പുഴ യക്ഷി ചെയ്തത്. അതല്ലേ സാർ ആദ്യം ചെയ്ത്? അത് ഞാൻ ആദ്യം 69-ൽ. അമ്മ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു വിഷമം മാറിയായിരുന്നു? ഇപ്പം അമ്മ ഇല്ലാത്തതിന്റെ ഒരു വിഷമം. ഭാര്യ, ഞാൻ ഭാര്യയെ അമ്മയായിട്ട് തന്നെ കാണുന്നത്. സ്ത്രീകൾ മുഴുവൻ അമ്മയുടെ വേറൊരു സങ്കല്പ പര്യായമായിട്ടാണ് കാണുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പര്യായങ്ങളാണ്. അമ്മ ഒന്നേ ഉള്ളൂ, മറ്റമ്മക്ക് ഒരു കോടാനുകോടി പര്യായങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ സ്ത്രീകളെല്ലാം അതിൻ്റെ പര്യായങ്ങളാണ്. എല്ലാം അമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും അമ്മയാണ് ആദ്യത്തെ ഗുരു. മാതാപിതാ ഗുരു. അതെ, ആദ്യത്തെ ഗുരു അമ്മയാണ്. ആ അമ്മയാണ് കുട്ടിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. ഈ അമ്മയാണ് കുട്ടിക്ക് മാതൃഭാഷ പറഞ്ഞു കൊടുക്കുന്നത്, അച്ഛനല്ല. ഞാൻ ഇപ്പോഴും പലയിടത്തും പറയുന്നത് എന്താ, ഈ വിദ്യാരംഭം തുടങ്ങിയപ്പോൾ ഞാൻ എതിരാണ്. വഴിപോക്കന്മാരൊക്കെ കൊണ്ടുവന്ന് ഗുരുക്കന്മാരായിട്ടാണ് അവിടുത്തെ. അത് മഹാതെറ്റാണ്. നമ്മളെ സംസ്കാരത്തിന് ദോഷമാണത്. ഒരിക്കലും ചെയ്യരുത്. ആരാണ് ഗുരു അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ 2-3 തവണ പോയിട്ട് പച്ചത്തെറി പറഞ്ഞിട്ടാണ് വന്നത്. ഇനി എന്നെ വിളിക്കുന്നത് പറഞ്ഞു. കാരണം എന്താ പറയുക, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ല. ദക്ഷിണ കിട്ടാൻ വേണ്ടി ആൾക്കാർ പോകും. വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ 1000, 2000, 50,000 ഒക്കെ കൊടുക്കുന്നത്. അതിന് ഏജന്റുമാരുണ്ട്. ഇത്ര രൂപ ഉണ്ടെങ്കിൽ പോകണ്ടെന്ന് പറയും. അപ്പോൾ ഇതാണോ ഗുരു? പഴയ ഗുരു എന്താ പറയുക, എന്താ ഒരു വെറ്റില പിന്നെ പാക്കും ഒരു നാണയവും ദക്ഷിണ കൊടുക്കുന്നത്. ആ സ്ഥലത്ത് ഇപ്പം എത്ര? അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഗുരു എന്ന് പറയാൻ പറ്റും? ആ പഴയ പാരമ്പര്യം ഇന്നത്തെ കാര്യം. അപ്പോൾ ഇതിനെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം പോകുന്നത്. കുട്ടികൾ ചീത്തയാവുന്നുണ്ട്. കുട്ടികളെല്ലാം ശിക്ഷിക്കേണ്ട പാരൻസിനെയാണ് ശിക്ഷിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു നല്ല പ്രായത്തില് ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ അമ്മ മരിച്ചുപോയി. അത് ഇന്ന് ഈ നിമിഷം ഈ സാറിനോട് ഇന്ന് വർത്താനം പറയുന്ന ആ നിമിഷത്തിൽ പോലും എനിക്ക് എൻ്റെ അമ്മേനെ മിസ് ചെയ്യാത്ത ഒരു ദിവസം ഇല്ല, ഒരു നിമിഷം പോലും ഇല്ല. കാര്യം അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാനും എൻ്റെ അമ്മയായിട്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ശരിക്കും സാർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് അമ്മ എന്ന് പറഞ്ഞ സങ്കല്പം ഇല്ല ഇപ്പോഴും. ഞാൻ അത് തിരിച്ചു കൊണ്ടുവരാനാണ് ഈയിടെ തന്നെ കോട്ടയത്ത് വലിയൊരു ശില്പം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ഇതേ പ്രശ്നമായിരുന്നു. അവിടെ എന്താ ചെയ്യുക ശില്പം? അത് കുറേ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ പോരാ. അപ്പോൾ അവസാനം എനിക്ക് തോന്നിയത് കോട്ടയം അക്ഷര നഗരിയാണ്. 100% സാക്ഷരത നേടിയ ഇന്ത്യയിലത്തെ ആദ്യത്തെ ജില്ലയാണ്. അപ്പോൾ അക്ഷരം 100% ഉണ്ട്. അപ്പോൾ സംസ്കാരത്തെ നോക്കിയപ്പോൾ സംസ്കാരം അത്ര പോരാൻ തോന്നി. അപ്പോൾ എന്തായാലും അവിടെ ഒരു അക്ഷരശില്പം ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചു. അമ്മ കുട്ടിക്ക് മടിയിലിരുത്തിയിട്ട് അക്ഷരം എഴുതി കൊടുക്കുന്ന ശില്പം അവിടെ ചെയ്ത്. അപ്പോൾ ഒരു കുട്ടി നിന്നിട്ടിങ്ങനെ മുട്ടുമടക്കി നിന്നിട്ട് അക്ഷരം എഴുതി കൊടുക്കുന്ന നോക്കുന്നു, വേറെ കുട്ടി പുസ്തകം വായിക്കുന്നു. വലിയ കൂറ്റൻ സാധനം. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവിടെ വേണ്ടുന്ന ശില്പം അക്ഷരശില്പമാണ്, എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശില്പം ചെയ്യുന്നത്. അല്ല എന്തെങ്കിലും തോന്നിയതുപോലെ ഞാൻ ചെയ്യില്ല. സർ ഒരു മിനിറ്റ്, ബാക്കി ഞാൻ എന്തായാലും എൻ്റെ ഫുഡ് ഒന്ന് സെർവ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. സർ ഭക്ഷണത്തോടൊന്നും വലിയ ഭക്ഷണം വലിയ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, താല്പര്യമില്ലായികയല്ല. ഞാൻ വെജിറ്റേറിയനാണ്. അമ്മയും വെജിറ്റേറിയൻ അല്ല, ഇവള് എൻ്റെ കൂടെ വന്നിട്ട് വെജിറ്റേറിയൻ ആയതാണ്. അപ്പൊ അമ്മ നോൺ വെജ് ഒക്കെ കഴിക്കും? അമ്മയുടെ വീട് എവിടെയാ? കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ശരിക്കും സാറിന്റെ കൂടെ എല്ലാ സ്ഥലത്തും അമ്മ വന്നിട്ടുണ്ട് അല്ലേ? ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഒരു ബാക്ക് ബോൺ പോലെ കൂടെ സത്യം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സങ്കല്പം അമ്മ. ഈ അമ്മക്ക് പകരം ഒരു ഭാര്യയെ കിട്ടി നോക്കാൻ.
ഞാൻ ഇവളോട് ഇപ്പോൾ പറയാറുണ്ട്, ഞാൻ നിൻ്റെ കുട്ടിയാണ്, ഒരു കുട്ടിയെ നോക്കുമ്പോൾ നോക്കണം. കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കന്മാരാണ്, കോംപ്ലക്സ് ഉള്ളവരാണ്. അപ്പോൾ ഒരു അമ്മ അതുപോലെ നോക്കണം. അമ്മ അഭിപ്രായത്തോട് എന്ത് പറയുന്നു? സാറ് വന്നപ്പോ തന്നെ ഇത്രയും കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞില്ലേ, ഒരു കലാകാരനാണ്, കുഞ്ഞു കുട്ടികളെ പോലെ നോക്കണം, ഈഗോയും കോംപ്ലക്സും ഒക്കെ ഉണ്ട്, അത് നോക്കണം. ശരിക്കും ഒരു ശില്പി എന്നൊരു കുപ്പായം മാറ്റി വെച്ചാൽ സാർ ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് അമ്മ എന്താ പറയുന്നത്? എന്നാ പറയുന്നത്? വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നാ പറയുന്നത്? ഈ പറഞ്ഞ കൂട്ട് ബില്ലടയ്ക്കാനും അങ്ങനെയൊക്കെ പോവോ? ഇല്ലേ? അതൊക്കെ കലാകാരനാണ്. വീട്ടിൽ ഫുൾ ടൈം കലാകാരൻ തന്നെയാ അല്ലേ? ഞാൻ കൈ കഴുകിയിട്ട് ഊണ് കഴിക്കാൻ പോകും, അത്രേ ഉള്ളൂ. ഇന്ന നിർബന്ധങ്ങളും ഒന്നും സ്വീറ്റ്സ് ആണ് ഇഷ്ടം കൂടുതൽ. അതായത് ഊണ് കഴിച്ചിട്ട് ഒരു പലഹാരം അല്ലല്ല, പലഹാരം എപ്പം തിന്നുകൊണ്ട് മധുരം എൻ്റെ ചോക്ലേറ്റ് വലിയ ആവേശമാണ്. ഈ പറഞ്ഞ കൊണ്ട് ഉപ്പോ എരിവോ എന്നതേലും ഒന്ന് കുറയോ കൂടുവോ? ആ ഭക്ഷണം എന്താണെന്ന് നോക്കുന്നത് തന്നെ കുറവായിരിക്കും. കാരണം അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണില്ല. അത് ശരി. ആകെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മധുരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രം. ആഹാരമൊക്കെ കറക്റ്റ് ആയിട്ട് തരും. അത് ഈ പറഞ്ഞ കൂട്ട് കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കണേ, കഴിക്കാൻ വരൂ. എനിക്കറിയാം എന്റെ കോംപ്ലക്സും കുറവും. കാരണം അതിൽ താല്പര്യം ഇല്ലാത്തോണ്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യം എടുക്കുന്നില്ല. അപ്പൊ അമ്മ ഇങ്ങനെ എന്നാ പറയുന്നത്, നിർബന്ധിച്ചേച്ച് ഇങ്ങനെ വിളിക്കും അല്ലെ, വന്ന് കഴിച്ചേച്ച് പോകുന്നു പറഞ്ഞു. പക്ഷെ വരയ്ക്കാനോ എന്നേലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ ആ ലോകത്തായിരിക്കും, പരിസരം ഒന്നും ഒത്തിരി ഓർമ്മയൊന്നും. അതാ അപ്പൊ അമ്മ പോയി ഇങ്ങനെ വിളിക്കോ? അത് ഒരു ടൈം ഉണ്ട് അപ്പോഴും. അപ്പൊ ഈ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ചെന്ന് വിളിക്കുമ്പോഴത്തേനും കലിപ്പ് വരുവേ? ഇല്ല, ഞാൻ കൂടെ ഉണ്ടല്ലോ, വർക്ക് ചെയ്യുന്നു കൂടെ തന്നെയാ. അമ്മ ശരിക്കും സാറിന്റെ ശില്പങ്ങൾക്ക് മോഡലായിട്ട് ഇല്ല, മോഡലാക്കിയിട്ടുണ്ട്. എനിക്ക് ആരും മോഡലല്ല, എൻ്റെ മനസ്സിൽ തന്നെ ഒരു മോഡലുണ്ട്, അതാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പം ശംഖുമുഖത്ത് തന്നെ പലവരും ചോദിച്ചു, എൻ്റെ അകത്തിലൊരു മോഡലിനെ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് പുറത്ത് വന്നാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അല്ല, വേറൊരാളെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വികാരം കുറയും. ഇപ്പം മോളെ തന്നെ ഞാൻ നോക്കിയിട്ട് ചെയ്യുന്ന ഇരിക്കുക. ഇപ്പം മോൾ അതേ മുഖം അതേ രൂപം കിട്ടി, പക്ഷെ അത് മാത്രം എനിക്ക് പോരാ. എൻ്റെതായിട്ടുള്ളൊരു വേറൊരു ഇത് ഒരു എന്താ പറയുക, ഒരു എന്നാ പറയുന്ന ഒരു ശില കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെ രൂപം ഒരു അമ്മയുടെ അല്ലേ, ഒരു ജീവൻ ഉണ്ടല്ലോ. അതെ അതെ അതെ, ഒരു പ്രകൃതി ശക്തി ഉണ്ട്, എനർജി. ആ എനർജി ഉണ്ടെങ്കിൽ അതിന് ജീവൻ കിട്ടും. അല്ലേ, ചെയ്ത എല്ലാ വർക്കിലും ആ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അമ്മ ശരിക്കും നല്ല കോൺട്രിബ്യൂഷൻ സാറിന് കൊടുക്കാറുണ്ട് അല്ലേ? കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും ഒരുപാട് വളരെ സഹായം. പിന്നെ ഒന്നും ഞാൻ നോക്കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു കല്യാണം കഴിക്കുമ്പോഴേ, ഇപ്പം മദാമയെ കെട്ടാം, എനിക്ക് 2-3 മദാമാരുണ്ട്. സത്യം പറയാലോ, ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചതാണ്. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കറിയാം 3 വർഷം കഴിഞ്ഞാൽ ഞാൻ വേറെ പെണ്ണിനെ നോക്കേണ്ടി വരും. കഴിക്കണം നേരിട്ട് പറഞ്ഞാണ്. അനുഭവസ്ഥന്മാർ ഒരുപാട് ഭയങ്കര ദയനീയല്ലേ. നന്നായിട്ടുണ്ട്. ഇപ്പൊ സാർ എന്തായാലും ഒന്ന് ആസ്വദിച്ച് കഴിച്ചു നോക്കണം. ഞാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് കഴിക്കുന്ന സാധനം എന്താന്ന് പോലും സാർ അറിയാറില്ല. അത് ശരിയാണ്, ഇത് നല്ല രസമുണ്ട്, വലിയ ഹാർഡ്, പിന്നെ സോഫ്റ്റ് ആണ്, പിന്നെ ഇതിന് നല്ല പറ്റിയ രുചിയുണ്ട്, കൊള്ളാം. സാറിന്റെ ഈ ശില്പം, സാർ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പം ശരിക്കും ഇതിനൊരു സ്കൂളോ അങ്ങനെ ഒരു കോളേജോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവിടെ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഒരെണ്ണം, ആകെ ഒരെണ്ണം സ്റ്റേറ്റിൽ. അതാണ് നമ്മുടെ സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ടായിട്ട്. അത് പിന്നീട് നമ്മൾ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അതിന് ഫൈനാൻസ് കോളേജ് ആക്കിയത്. സാർ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ശില്പമൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അടുക്കളയിൽ അങ്ങനെ ഒന്നും തരാനില്ല. എൻ്റെ കയ്യിൽ ഇച്ചിരി മാവൊക്കെ ഇരിപ്പുള്ളൂ. എനിക്ക് വേണ്ടി ഒരു ചെറിയൊരു ശില്പമാക്കി തരുമോ? മാവ് ഉണ്ടോ? എൻ്റെ ഒരു സ്വാർത്ഥതയാന്നും കൂടെ കൂട്ടിയാൽ മതി. അത് ഞാൻ വേറൊന്നും ഉണ്ടാക്കി തരാം. ഇതിലുണ്ടാക്കിയാൽ അത് പോയി ചീത്തയായി, മാവില് ചീത്തയായി. അത് വേറൊന്നും ഉണ്ടാക്കി തരാം. കാരണം എന്താ പറയുക, ഞാൻ കുട്ടികളോട് തന്നെ പറയാറുണ്ട്, അമ്മ ചപ്പാത്തി ഉണ്ടാക്കാം, നീ പോയിട്ട് അതിൽ ആനയും കുതിരയും പക്ഷിയും കോഴിമുട്ടയും. എൻ്റെ പിള്ളേരുണ്ടാക്കും. ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഓരോ ഉരുള എടുത്തേച്ച് ഓടുമ്പോഴത്തേന് ഞാൻ പറയും, എൻ്റെ മോന് ഇവിടെ എങ്ങാനും വെച്ചേച്ച് പോടാന്ന് പറയും. അതുപോലെ അന്നേച്ചാ അവരാൾ കഴിയുന്ന പോലെ ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ചുമരിൽ ഒരു വര വരയ്ക്കുന്ന കൂട്ടാ അവന്റെ ആ ഒരു തൃപ്തി. അമ്മ ഇച്ചിരത്താ ആനയൊന്നും ആയിരിക്കുമല്ല, എന്നാലും അവര് ആന ഉണ്ടാക്കണ്ട. എന്താ പറയാ, കുട്ടികള് ശുദ്ധമായ മനസ്സാണ്. നമ്മൾ വളരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്
മെമ്മറി ബാങ്കാണ്. ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകളിൽ നിന്നാണ് നമ്മൾ രണ്ടാമത് എല്ലാം ഉണ്ടാക്കുന്നത്. ബ്ലാങ്കായിട്ടുള്ളൊരു മനസ്സ് കുട്ടിക്ക് എന്തിനാ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ വരക്കുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡ് കുട്ടിക്ക് അതുപോലെ മൈൻഡില്ല. ഈ കാണുന്ന ആ സമയത്തുള്ള മൈൻഡേ ഉള്ളൂ. ആ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ തുറന്നു കൊടുക്കുകയാണ് പെയിൻറ്റ് ചെയ്യാൻ. അതുപോലെ സിനിമയിൽ അതുപോലെ ചെയ്യാം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത്ഭുതം ഉണ്ടാകാം. അല്ല, സിനിമ സത്യം പറയട്ടെ, അതൊരു കലയാക്കാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ സാർ ഇപ്പോൾ സിനിമ കലയല്ല എന്ന് തന്നെ വാദിക്കുക? കല ആകാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഞാൻ ഇന്നലെയും കൂടെ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അങ്ങോട്ടൊരു കവിത കണ്ടിട്ട് നല്ല കലാസൃഷ്ടി വരും, ഒരു നാടകം കണ്ട കലാസൃഷ്ടി വരാം. സിനിമ ആരും കലാസൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയൂ. നിങ്ങൾ ഏതെങ്കിലും സിനിമ നല്ല കലാസൃഷ്ടി കേട്ടോ, എന്താ ഇന്നാളെ സിനിമ കണ്ടുപോയി, മൂവി കണ്ടുപോയി എന്നല്ലാതെ ഒരു കലാസൃഷ്ടിയായിട്ട് എന്താ നിങ്ങൾ കാണാൻ സാധിക്കാത്തത്? പറ. ഞാൻ അതാ വന്നത്. അപ്പോഴേ അതിന് ഈ പറഞ്ഞ ആ ഒരു വാല്യൂസ്, മൂല്യങ്ങൾ വരും. സിനിമയെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റണം, സംഗീതത്തെ കലാസൃഷ്ടിയാക്കി മാറ്റാം. അല്ല, അങ്ങനെ ഇപ്പൊ സാറ് പറയുന്നത് ഇപ്പോഴത്തെ സിനിമയൊന്നും കലയല്ല എന്നാണ്. കല അല്ല എന്ന് പറയില്ല, കലാംശമുണ്ട്. പക്ഷെ അത് കുറേ കൂടി ഒരു കലാസൃഷ്ടിയാക്കി മാറ്റണമെങ്കിൽ ഇനിയും ടൈം എടുക്കും. വേൾഡ് ക്ലാസിക്സിൽ ഒരുപാടുണ്ട് കലാസൃഷ്ടി ആയിട്ടില്ലെങ്കിലും അതിൻ്റേതൊക്കെ കാണിക്കുന്നുണ്ട്. പഴയതെല്ലാം അത്ഭുതം. ഒന്നും വേണ്ട. ആദ്യം സിനിമ കണ്ടുപിടിച്ചപ്പോൾ പിന്നെ ഇവരുണ്ടോ ബ്രദേഴ്സ്, ഇവരെന്താ ഒരു വണ്ടി ഓടിക്കുന്നത് ആണ് ആദ്യം അല്ലേ, ഒരു ട്രെയിൻ വരുന്നത്. അത് ഏതോ താക്കീസിൽ വെച്ചപ്പോൾ ആൾക്കാർ മുഴുവൻ പേടിച്ചോടി. സുന്ദര സ്ഥാനം അത്. ഉദ്ദേശിക്കുന്ന ശുദ്ധ കലയാണോ? ശുദ്ധമല്ല, ശുദ്ധമായ മനസ്സിനെ ശുദ്ധ കല വരും. മനസ്സ് ശുദ്ധമാകുമ്പോഴേ കലാസൃഷ്ടി വരും. മറ്റത് കമേഴ്ഷ്യൽ ആർട്ടാണ്. ഒരു ചലച്ചിത്രകാരന്റെ ആത്മാവിഷ്കാരമല്ലേ സിനിമ? ആത്മാവിഷ്കാരം ആണ്, ഒരാളെ മാത്രമല്ല. ഇപ്പോൾ ഒരു സിനിമ എടുത്തിട്ട് ഒരു ഡയറക്റ്റ് പേര് എഴുതുമ്പോൾ എന്താ അറിയുമോ, ഞാൻ എതിരായിട്ട് പറയുന്നല്ല. അപ്പോൾ എല്ലാവരും പറയില്ലേ, യേശുദാസും പറയില്ലേ ഞാൻ പാടിയാണ്, മോഹൻലാലും പറയും ഞാൻ അഭിനയിച്ചാണ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിഭകൾ അഭിനയിച്ചിട്ടുള്ള ഒരു പങ്കാളിത്തമുള്ളതാണ് ഒരു സിനിമ. അതെ. അപ്പോൾ അതിനൊരു കലാസൃഷ്ടിയായി കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കലാമൂല്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്മതിക്കുന്നു സാറിനോട്. പക്ഷെ ഇപ്പൊ നമ്മുടെ കൊമേഴ്ഷ്യൽ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പരിമിതികളൊന്നും പറ്റില്ല. എനിക്കറിയാം, ഇത് ഇൻഡസ്ട്രിയാണ്. ഒരു 10 കോടി ചെലവാക്കിയ ഒരാൾ എന്തായാലും പലിശ അടക്കം കിട്ടണ്ടേ? അതെ, തീർച്ചയായിട്ടും. അത് മുടക്കുന്ന ഒരാൾക്ക് ഒരു പ്രോഫിറ്റും കൂടെ നോക്കിയിട്ടായിരിക്കുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ക്യാമറ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുമ്പോഴേ നമുക്ക് സ്വന്തമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടാവട്ടെ. ആ കലയ്ക്ക് ഒരു മൂല്യം തന്നെ ഉണ്ടാവട്ടെ. കഴിക്കണം. ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ല. അമ്മ എങ്ങനെയുണ്ട്? അമ്മ നല്ല ഭക്ഷണം ഇഷ്ടമായോ? എന്റെ ശില്പം ഉണ്ടാക്കി തരണേ. നമുക്ക് എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സാർ വന്നതിൽ വളരെ സന്തോഷം. വരച്ചു തരാം, ശില്പം ഉണ്ടാക്കി തരാം. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അത് കേട്ടതിൽ വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നമ്മൾ ഒരുപാട് കലകളെ കുറിച്ചൊക്കെ ഒത്തിരി അറിവുകളും അതിൻ്റെ മൂല്യങ്ങളെയും കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലേ. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.